വാട്ടർ ചേഞ്ചിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഡിലേ ആകുന്ന ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു കാർ പോർച്ചിലെ ടാങ്കാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് പെട്ടെന്ന് വന്ന് വാട്ടർ ചേഞ്ച് ചെയ്ത് ആ പണി പെട്ടെന്ന് തീർത്ത് പോകാനായിട്ട് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് കാറൊക്കെ ആദ്യം മാറ്റിയിട്ടതിനൊക്കെ ശേഷം വേണം നമുക്ക് ഓസ് കാര്യങ്ങളൊക്കെ കൊണ്ട് വെള്ളം വലിച്ച് കളയാനായിട്ട്. കണ്ടില്ലേ, ടാങ്കിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ ടാങ്കിലെ വാട്ടർ ചേഞ്ച് ഏകദേശം ഒരു 2 ആഴ്ച മുമ്പൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അതിങ്ങനെ ഡിലേ ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് സമയം ശരിയായത്. ഇനി നമ്മൾ ഡിലേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഈ ഒരു മീനിന് യാതൊരു കുഴപ്പമില്ല, ആളൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് കാർ പോർച്ചിനുള്ളിലായതുകൊണ്ട് സൺലൈറ്റ് കാര്യങ്ങളൊന്നും ഡയറക്റ്റ് അടിക്കില്ല. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടക്കില്ല. പിന്നെ ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ എക്സ്ട്രാ ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എയറേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ വാട്ടർ ചേഞ്ച് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യേണ്ടത്. നമ്മൾ വല്ലാതെ ഡിലേ ഒന്നും ആക്കാറില്ല, എങ്കിലും ചില സമയങ്ങളിൽ ഈ ഒരു ടാങ്കാണ് ഡിലേ ആയിട്ട് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ടാങ്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ ചേഞ്ച് ആണ്. അത് ഒരു കാരണവശാലും ഡിലേ ആവാനായിട്ട് പാടില്ല. ചെറിയ ഒരു രീതിയിലൊക്കെ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഓവറായിട്ട് ഡിലേ ആവാനായിട്ട് പാടില്ല. കാരണം വെള്ളത്തിൽ ഈ ഒരു അമോണിയ അല്ലെങ്കിൽ നൈട്രേറ്റ് നല്ല രീതിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവരുടെ ചെതുമ്പലിനെ ബാധിച്ച് പിന്നെ അവർ ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു മീനിനെ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ കളറ് ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ കളറാണ്. അതിൻ്റെ കാരണം തന്നെ ഈ ഒരു ടാങ്കിലെ വെള്ളമാണ്. നമ്മുടെ മറ്റ് ടാങ്കുകളിൽ, ഔട്ട്ഡോർ ടാങ്കുകളിൽ, അതായത് ആൽഗെ അടിച്ച് കിടക്കുന്ന ടാങ്കുകളിലുള്ള ജയൻറ്റ് ഗോരാമയുടെ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരീരം നല്ല ബ്ലാക്ക് കളറിൽ, അതായത് കളറൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, ഫെയ്ഡ് ആകാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അത് ആൽഗെ വാട്ടർ ആയതുകൊണ്ടാണ്. ഈ ഒരു ടാങ്കിനകത്ത് സൺലൈറ്റ് ഒന്നും അടിക്കാത്തതുകൊണ്ട് നിങ്ങൾ കണ്ടു കാണാൻ അത് ക്ലിയർ വെള്ളമാണ്. അതിനകത്ത് പച്ചക്കളറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, കാരണം ആൽഗെ വളരില്ല, കാരണം സൺലൈറ്റ് അടിക്കാത്ത ടാങ്ക് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ കളർ ഒരു ആഷ് കളറാണ്, കണ്ടില്ലേ? മാത്രമല്ല തലയുടെ ഭാഗത്തു നിന്നൊക്കെ ആ ഒരു ബ്ലാക്ക് കളർ പോയ പോലെ കണ്ടില്ലേ? അത് ഇത്തരത്തിലുള്ള ടാങ്കുകളിൽ നമ്മൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഡിലേ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത്. അതായത് വെള്ളം അസിഡിക് ആവുന്ന സമയത്ത് ഇവരുടെ ചെതുമ്പലിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു കളർ ഫെയ്ഡായിട്ട് പോകുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാതെ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചെതുമ്പലിന് ഡാമേജ് വരും. പിന്നെ മീനിന് അത് ടോക്സിക്കായിട്ട് മീൻ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. വാട്ടർ ചേഞ്ച് ഡിലേ ആകുമ്പോഴാണ് ഇതുപോലെ കളർ ഫെയ്ഡ് ആവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതായത് വെള്ളത്തിൽ ഫോം ചെയ്യുന്ന ഈ ഒരു ടോക്സിൻസ്, അമോണിയ, നൈട്രേറ്റ് ഇത്തരം സംഭവങ്ങൾ വെള്ളത്തിൽ നിന്ന് പോകുന്നില്ലല്ലോ. നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്താൽ മാത്രമാണ് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഔട്ട്ഡോർ ടാങ്കുകളായിരിക്കണം. അതിനകത്ത് ആൽഗെ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽഗെ നാച്ചുറൽ ആയിട്ടുള്ള ഫിൽട്രേഷൻ ചെയ്യും. അങ്ങനെ ഈ ഒരു അമോണിയ നമ്മുടെ നൈട്രജൻ സൈക്കിളിൽ വന്ന് അവസാനം നൈട്രേറ്റ്സ് ആയി മാറി അത് പൂപ്പൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പൂപ്പലും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നൈട്രജൻ സൈക്കിൾ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ വാട്ടർ ചേഞ്ച് തന്നെ നമ്മൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഫിൽട്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ ഫിൽട്രേഷൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വാട്ടർ ചേഞ്ച് തന്നെയാണ് റെഗുലറായിട്ട് ചെയ്യേണ്ടത്. അത് ഡിലേ ആകുമ്പോഴാണ് പണി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പണി കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിക്കാറില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാറ് കാര്യങ്ങളെല്ലാം നമ്മൾ കാർ പോർച്ചിൽ നിന്ന് പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് പെരുമാറാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നിങ്ങളെ ബോറടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഇപ്പോൾ കാണിച്ച് കണ്ടില്ലേ, അത് സോൾട്ടാണ്. ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്ത നിറത്തിൽ കാണുന്നത് സോൾട്ടാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഒരു ജയൻറ്റ് ഗൗരാമി ഏകദേശം 1 ഫീറ്റിന് അടുത്തായിട്ടുള്ള ഒരു ജയൻറ്റ് ഗൗരാമിയാണ്. പിന്നെ നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഇണങ്ങിയിട്ടുള്ളൊരു ജയൻറ്റ് ഗൗരാമിയും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേപോലെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കിടക്കുന്ന ഒരേ ഒരു മീൻ എന്ന് പറയുന്നത് ജയൻറ്റ് ഗൗരാമിയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടില്ല, ഇത്രയും ചെറിയൊരു കണ്ടെയ്നറിലാണ് ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ വല്ല മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നൊന്നും വെക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും പുറത്തേക്ക് ചാടും. അത്യാവശ്യം വലിപ്പമുള്ള മീനാണെങ്കിൽ പിന്നെ പറയും വേണ്ട, തീർച്ചയായിട്ടും അവർ പുറത്തേക്ക് ചാടും. ഞാനത് തുറന്ന് വെച്ചിട്ടും അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതിനകത്ത്. മാത്രമല്ല കൃത്യമായിട്ട് എന്താണ് പുറത്ത് നടക്കുന്നതെന്നുള്ളത് അത് നോട്ടീസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ മീനിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് അനങ്ങാതെ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടെയ്നർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലൊന്നും വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. അത് ചാടാനൊന്നും ശ്രമിക്കുന്നില്ല. മാത്രമല്ല കുറേ നാളായിട്ട് ഈ ഒരു ടാങ്കിൽ കിടക്കുന്ന ഒരു ജയൻറ്റ് ഗൗരാമി ആയതുകൊണ്ട് തന്നെ നമ്മളായിട്ട് നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോൺ വെജ് കൊടുക്കുന്ന ഒരേ ഒരു ജയൻറ്റ് ഗൗരാമി നമ്മുടെ കയ്യിലുള്ളത് ഈ ടാങ്കിൽ എടുക്കുന്ന ഈ ജയൻറ്റ് ഗൗരാമിയാണ്. ഇതിന് മാത്രമാണ് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെല്ലറ്റ് ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു. ഔട്ട്ഡോർ കിടക്കുന്ന എല്ലാ ജയൻറ്റ് ഗൗരാമികളും നല്ല രീതിയിൽ പെല്ലറ്റ് കഴിക്കും. അതുപോലെ തന്നെ നോൺ വെജും കഴിക്കും, ചെടികളും കഴിക്കും. ഈ ഒരു ജയൻറ്റ് ഗൗരാമി മാത്രം പെല്ലറ്റ് അധികം കഴിക്കുന്നില്ല. കുറച്ച് കഴിച്ച് പുള്ളിക്കാരൻ ബാക്കി വേസ്റ്റാക്കി ഇടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോൺ വെജിലേക്ക് മാറിയത്. നോൺ വെജ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അതായത് ചിക്കനാണ് ഞാൻ കൊടുക്കുന്നത്, ചിക്കൻ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടികൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ പെല്ലറ്റാണ് പുള്ളിക്കാരൻ അധികം കഴിക്കാത്തത്. ചിലപ്പോൾ ഈ ഒരു വെള്ളത്തിലൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെള്ളം പെട്ടെന്ന് മോശമാവും. നാച്ചുറൽ ഫിൽട്രേഷൻ ഒന്നും ഇതിനകത്തില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ഫിൽട്രേഷൻ സെറ്റ് ചെയ്തിട്ടുമില്ല.
അപ്പോൾ വെള്ളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ അമോണിയ അല്ലെങ്കിൽ നൈട്രേറ്റ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തീർച്ചയായിട്ടും ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ 1-2 കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഒരു ജയൻറ്റ് ഗൗരാമീനെ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് പിടിക്കുമ്പോൾ ഈ ഒരു കണ്ടെയ്നർ ഉപയോഗിച്ച് ജസ്റ്റ് കോരി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. വലയൊന്നും പിടിച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ജസ്റ്റ് ഈ ഒരു കണ്ടെയ്നർ ഇറക്കി വെച്ച് ജയൻറ്റ് ഗൗരാമയുടെ അടുത്ത് കൊണ്ടുപോയി ജസ്റ്റ് അങ്ങ് കോരി എടുത്ത് പുറത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കാണിച്ചതുപോലെ നമ്മൾ ജസ്റ്റ് കണ്ടെയ്നർ ഇതിലേക്ക് ഇറക്കി അങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പുള്ളിക്കാരൻ നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ കൈയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കൈയുടെ അടുത്തേക്കൊക്കെ വരും. കാരണം സ്ഥിരം നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ ഫീഡ് ചെയ്യുന്നത്, ചിക്കനൊക്കെ ഫീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഈ വരുന്നത്. പിന്നെ കൈയൊന്നും നമ്മൾ ഇടുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കൈയിട്ട് അതിൻ്റെ ശരീരത്തിലൊക്കെ തൊടാറൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമയത്തൊന്നും അത് തെന്നി മാറി പോവുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുള്ളൊരു ജയൻറ്റ് ഗൗരാമിയാണ്. പിന്നെ നമ്മൾ മഴക്കാലത്ത് മണ്ണിരകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മണ്ണിരകൾ കൊത്താനും പിടിക്കാനൊന്നും പോകാറില്ല. അപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചിക്കനാണ് ഫീഡ് ചെയ്യുന്നത്. ചിക്കൻ ഡൈജസ്റ്റ് ആവാനായിട്ട് കുറച്ച് ഡിലേ ആവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മീനാണെങ്കിലും ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഡൈജസ്റ്റീവ് പ്രോബ്ലം വരും. ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യാത്തതാണ് ചിക്കനൊക്കെ ഫീഡ് ചെയ്യുന്നത്. ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. പൊതുവേ ഒരു മീനുകൾക്കും ചിക്കൻ ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നാച്ചുറൽ ഹാബിറ്റാറ്റുകൾ, അതായത് ഇവരുടെ നാച്ചുറലായിട്ട് ഇവർ ജീവിക്കുന്ന സമയത്ത് ഇവർ ചിക്കനൊന്നുമല്ല റെഗുലറായിട്ട് കഴിക്കുന്നത് നമുക്കറിയാം. കാരണം ഇവർ മറ്റ് മീനുകൾ, ഇപ്പോൾ ജയൻറ്റ് ഗൗരാമിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ കൂടുതൽ ഇലവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത് നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ, വൈൽഡ് സിറ്റുവേഷൻസിൽ. അപ്പോൾ അതാണ് അവർക്ക് കൂടുതൽ നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. അവരെന്താണോ നാച്ചുറലായിട്ട് കഴിക്കുന്നത് അത്തരം സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ ഫീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ജയൻറ്റ് ഗൗരാമികളുടെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെല്ലറ്റ് ഫുഡ് കൊടുക്കാൻ ഇടയ്ക്ക്, പിന്നെ കൂടുതലും ഇലവർഗ്ഗങ്ങൾ കൊടുക്കുക, അത്തരം സാധനങ്ങൾ. പിന്നെ നോൺ വെജ് ആയിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ മണ്ണിരകൾ കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലഡ് വേംസ്, അത്തരം സംഭവങ്ങൾ, BSF ലാർവ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചെമ്മീൻ, അത്തരം സംഭവങ്ങളൊക്കെ കൊടുക്കാം. ഹാർഡായിട്ടുള്ള മീറ്റുകളാണ് ഈ ഒരു ചിക്കൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, ആവശ്യത്തിന് മാത്രം കൊടുക്കുക. തണുപ്പ് കാലത്താണെങ്കിൽ മെറ്റബോളിസം സ്ലോ ആയിരിക്കും. ആഴ്ചയിൽ 1-2 തവണ മാത്രം കൊടുത്താൽ മതി. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ 2 തവണയൊക്കെ കൊടുക്കാം ആഴ്ചയിൽ. പിന്നെ ഇതുപോലെ സൺലൈറ്റ് അടിക്കാത്ത ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം ജയൻറ്റ് ഗൗരാമിക്ക് എയറേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ സൺലൈറ്റ് ഒന്നും അടിക്കാതെ നാച്ചുറൽ ഫിൽട്രേഷൻ ഒന്നും നടക്കാത്ത ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിന് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ ഫീഡ് ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.